ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2024 വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം റിലീസായി 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 14-ാം ദിവസം കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തുടർച്ചയായി 1 കോടി കേരള കളക്ഷൻ നേടിക്കൊണ്ടിരുന്ന ചിത്രം 14-ാം ദിവസം 75 ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡായി 14 ദിവസങ്ങൾ കൊണ്ട് 71 കോടി 50 ലക്ഷം കളക്ഷൻ നേടിയിരിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ വർഷങ്ങൾക്കു ശേഷം 100 കോടി ക്ലബിൽ ഇടം നേടും എന്നതായിരുന്നു ഒരു ചർച്ച. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈനൽ കളക്ഷൻ ഏതാണ്ട് 80 കോടിയിലേക്ക് എത്തി നിൽക്കും എന്നതാണ്. എന്തായാലും ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫഹദ് ഫാസിൽ നായകനായി വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ ആവേശം. 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആവേശം 13 ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയതാണ്. 14 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ചിത്രം 14-ാം ദിവസം 2.5 കോടിക്ക് മുകളിൽ തന്നെയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രം ഇറങ്ങി 14 ദിവസങ്ങൾ പിന്നിടുമ്പോഴും 2 കോടിക്ക് മുകളിൽ തുടർച്ചയായി കളക്ഷൻ ലഭിക്കുന്നത് വലിയ വിജയം തന്നെയാണ്. ചിത്രം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 47 കോടി കളക്ഷൻ ാണ് നേടിയിരിക്കുന്നത്. 50 കോടി എന്ന ആ വലിയ റെക്കോർഡ് കൂടി സ്വന്തമാക്കുക തന്നെ ചെയ്യും ആവേശം. കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ 50 കോടിക്ക് മുകളിൽ പോകുക തന്നെ ചെയ്യും. വേൾഡ് വൈഡായി കളക്ഷനിലേക്ക് വരുമ്പോൾ 14 ദിവസങ്ങൾ കൊണ്ട് 104 കോടി എന്ന രീതിയിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഈ വിഷു ആവേശം തന്നെ കൊണ്ടുപോയി. തൊട്ടുപുറകെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും ഉണ്ട്. രഞ്ജിത്ത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഏപ്രിൽ 11-ന് വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ ജയ് ഗണേഷ്. മഹിമ നമ്പ്യാരായിരുന്നു ചിത്രത്തിലെ നായിക. വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ജയ് ഗണേഷ് വലിയ പ്രമോഷനോട് കൂടി തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. 15 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ജയ് ഗണേഷ് കളക്ഷനിൽ വളരെ പുറകോട്ട് തന്നെയാണ് നിൽക്കുന്നത്. 14 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ 14-ാം ദിവസം കേരളത്തിൽ നിന്ന് 8 ലക്ഷത്തോളം മാത്രമാണ് ചിത്രത്തിന് കളക്ഷൻ നേടാൻ സാധിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡായി ചിത്രം 4.5 കോടി മാത്രമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 5 കോടി പോലും ടച്ച് ചെയ്യാൻ ജയ് ഗണേഷിന് സാധിച്ചിട്ടില്ല. എന്നാൽ ജയ് ഗണേഷ് വളരെ മികച്ച സിനിമ തന്നെയാണ്. വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റു മലയാള ചലച്ചിത്രങ്ങളേക്കാൾ വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ് ജയ് ഗണേഷ്. ഇനിയും ഈ ചിത്രം കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ പോയി ചിത്രം കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.